അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം, എവരി ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ ഷാൽ ബി ഡിവൈഡ് ഇൻറ്റു സർക്യൂട്ട്സ് വൈ. എല്ലാ ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷനും സർക്യൂട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അപകടം ഒഴിവാക്കാനായിട്ടും പിന്നെ ഫാൾട്ട് ഉണ്ടാക്കുമ്പോൾ ബുദ്ധിമുട്ട് കുറയ്ക്കാനായിട്ടും പിന്നെ സേഫ് ഓപ്പറേഷൻ, ഈസി ഇൻസ്പെക്ഷൻ, ടെസ്റ്റിംഗ് ആൻഡ് മെയിൻ്റെനൻസ് ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് അല്ലെങ്കിൽ ഓൾ ദ അബവ് ഈ പറഞ്ഞ മുകളിലുള്ള എല്ലാം എന്നുള്ളതാണ് ചോദ്യത്തിൻ്റെ ഓപ്ഷൻസ്. അപ്പോൾ നമ്മൾ വായിച്ച് കൃത്യം നോക്കിയിട്ട് ഏറ്റവും ലാസ്റ്റ് വരെ വായിച്ചിട്ട് വേണം ഓപ്ഷൻ എഴുതാൻ. കാരണം ഓരോന്ന് കയറി അങ്ങ് ചാടി മാർക്ക് ചെയ്ത് കളയരുത്. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം കറക്റ്റാണ്. കാരണം സേഫ്റ്റിക്കും പിന്നെ സേഫ്റ്റിക്ക് മെയിൻ കാര്യം സർക്യൂട്ട് പല നമ്മൾ കൃത്യമായിട്ട് കളർ കോഡും കൃത്യമായിട്ട് എർത്തും അതെല്ലാം കൊടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് പല ഷോക്കിൽ നിന്നും ഫയറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രക്ഷപ്പെടും. അങ്ങനെ ഫാൾട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങനെ പല പല ഉപയോഗങ്ങളുണ്ട്. പിന്നെ ഫാൾട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഒരു സർക്യൂട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ സർക്യൂട്ടിനെ മാത്രം നമ്മൾ പരിഗണിച്ചാൽ മതി. ഓരോ സർക്യൂട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് അതിന് നമുക്ക് കൃത്യമായിട്ട് ട്രബിൾ ഷൂട്ടിംഗ് എന്ന് പറയും, അത് ചെയ്യാം. ഓരോന്നും അല്ലാണ്ട് എല്ലാം ഓഫ് ചെയ്തിടേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് എല്ലാം ഒറ്റ ഇതിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് അങ്ങനെ സാധ്യമാവില്ല. പിന്നെ സേഫായിട്ടുള്ള ഓപ്പറേഷൻ, ഈസി ടെസ്റ്റിംഗ്, മെയിൻ്റെനൻസ്, ഇതെല്ലാം ടെസ്റ്റിംഗ് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യാൻ ഓരോരുത്തർ സർക്യൂട്ട് ആകുമ്പോൾ നമുക്ക് ഓരോന്ന് മാത്രമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സർക്യൂട്ട് കൃത്യമായിട്ട് നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആക്സിഡൻസും കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാം. മാത്രമല്ല ഓരോന്നും സെപ്പറേറ്റ് നമുക്ക് ചെക്ക് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അറിയാവുന്ന കാര്യങ്ങളാണ്, ഇലക്ട്രീഷ്യൻസ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓൾ ദ ബേ എന്നുള്ള ഉത്തരമാണ് കറക്റ്റ്. മേൽ പറഞ്ഞതിലെല്ലാം എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, ഇനി അടുത്തത് കറണ്ട് ഡെൻസിറ്റി ഓഫ് കോപ്പർ ബസ് ബാർ ഈസ് എന്നാണ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബസ് ബാർ എന്താണെന്നുള്ളത് പൊതുവേ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പൊതുവേ ഈ കാണുന്ന സംഭവങ്ങളാണ് ഈ ബസ് ബാർ. നമ്മുടെ പാനലിനകത്തൊക്കെ ഉണ്ടാകുന്ന കറണ്ട് ക്യാരിങ് ആയിട്ടുള്ള കണ്ടക്ടേഴ്സാണ്. അറിയാവുന്ന കാര്യങ്ങളായിരിക്കും പലർക്കും. അറിയാത്ത പുതിയതായിട്ട് പഠിക്കുന്നവർക്കും ഉപകാരപ്പെട്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഗൂഗിളിൽ ബസ് ബാർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ കോപ്പറിൻ്റെയൊക്കെ കാണാം. കോപ്പറും അലുമിനിയം ഒക്കെയാണ് ബസ് ബാർസായിട്ട് ഉപയോഗിക്കുന്നത്. അതെല്ലാം പാനലിനകത്തും കാണാം. അപ്പോൾ ഇത് ചോദിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കറണ്ട് ഡെൻസിറ്റി എത്രയാണെന്നുള്ളത്. അതായത് ഇതിൻ്റെ ഓരോ ചെറിയ കഷ്ണം എടുത്താൽ അതിൽ ചെറിയ മില്ലിമീറ്റർ സ്ക്വയർ ഏരിയ എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര ആംബിയർ കപ്പാസിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു ടേമാണ് ഈ കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ എമൗണ്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഫ്ലോയിങ് ത്രൂ എ ഗിവൺ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് എ കണ്ടക്ടർ. ഒരു ചെറിയ കണ്ടക്ടറിൽ അല്ലെങ്കിൽ ഒരു വയർ അല്ലെങ്കിൽ ബസ് ബാറിലായിക്കോട്ടെ കറണ്ട് ഡെൻസിറ്റി എന്ന് എല്ലാത്തിലും യൂസ് ചെയ്യാറുണ്ട്. ആംബിയർ പെർ സ്ക്വയർ ഏരിയ, സ്ക്വയറിൽ അല്ലെങ്കിൽ ഇഞ്ചിലൊക്കെയാണ് പൊതുവെ സ്ക്വയറിലാണ് പറയാറുള്ളത്. അപ്പോൾ കറണ്ട് ഡെൻസിറ്റി ജെ ഈക്വൽ ടു ടോട്ടൽ കറണ്ട് ഡിവൈഡ് ബൈ അതിൻ്റെ ഏരിയ. ഒരു ബസ് ബാറിൻ്റെ ഏരിയ ഡിവൈഡ് ബൈ അതിൻ്റെ ക്രോസ് സെക്ഷൻ, അതിൻ്റെ കറണ്ട് എത്ര എടുക്കാം എന്നുള്ളത് നോക്കിയാൽ അതിൻ്റെ കപ്പാസിറ്റി, അതായത് അതിൻ്റെ കപ്പാസിറ്റി മനസ്സിലാക്കാനാണ് ഈ പറഞ്ഞ ബസ് ബാറിന്. ഇപ്പോൾ ബസ് ബാർ പല സൈസുകളിൽ അവൈലബിൾ ആയിരിക്കും. അപ്പം നമുക്ക് അത് ഒരു കോപ്പർ ആണെങ്കിൽ അതിന് ഏകദേശം എത്ര അതിൻ്റെ ഏരിയ നമുക്ക് വലുതാക്കാം, വലിയ പാനലനുസരിച്ച് വലുതാക്കാം, ലെങ്ത് കൂട്ടാം, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ആ പാരലിൽ എത്ര കറണ്ട് വേണം നോക്കും. എന്നിട്ട് ഈ കറണ്ടും ഈ അതനുസരിച്ചുള്ള സൈസുള്ള ബസ് ബാർ എടുക്കേണ്ടത്. കാരണം ഓരോ സ്ക്വയറിന് 1.2 ആംബിയർ ആയിരിക്കും ഈ ഒരു. ഇപ്പോൾ നമ്മൾ ചോദ്യത്തിലേക്ക് വരികയാണ്. കോപ്പറിൻ്റെ ആൻസർ 1.2 ആംബിയർ പെർ സ്ക്വയർ. അതായത് ഓരോ ചെറിയൊരു സ്ക്വയർ, ഒരു ചെറിയ കഷ്ണം, ഒരു സ്ക്വയർ ഷേപ്പിലുള്ള സ്ക്വയർ 1 സ്ക്വയറിലൊരു കോപ്പർ എടുത്താൽ അതിൽ 1.2 ആംബിയർ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ് വരുന്നത്. അപ്പോൾ കറണ്ട് ഡെൻസിറ്റി ഈ കോപ്പർ അലുമിനിയത്തിനൊക്കെ വ്യത്യാസം ഉണ്ടാവും. കോപ്പറിനുള്ള പോലെ ആയിരിക്കില്ല അലുമിനിയത്തിന്. പിന്നെ അതിൻ്റെ ഷേപ്പ് സൈസ് അനുസരിച്ച് അതിൻ്റെ ക്യാരി കപ്പാസിറ്റി കൂടും. ഡെൻസിറ്റി സെയിം ആയിരിക്കും. പിന്നെ ടെമ്പറേച്ചർ അനുസരിച്ച് മാറും. പിന്നെ റിക്വയർമെൻ്റ് ഒക്കെ അനുസരിച്ച് മാറാം. അപ്പോൾ 1.2 ആംബിയർ പെർ മീറ്റർ സ്ക്വയർ, അതായത് ഓപ്ഷൻ എ ആണ് 56ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം. ഇനി അടുത്ത് എന്താ ചോദിച്ചേക്കുന്നത് നോക്കാം. ഫോർ ഇലക്ട്രിക് പാനൽ ഹാവിങ് നോ ഡ്രോ ടൈപ്പ് ബ്രേക്കേഴ്സ് മിനിമം ഡാഷ് മീറ്റർ ഫ്രണ്ട് ക്ലിയറൻസ് ഷാൽ ബി പ്രൊവൈഡഡ്. ഈ ചോദ്യം നമുക്ക് പിന്നീട് ഒരിക്കലും ഞാൻ ഇതിൻ്റെ സ്റ്റാൻഡേർഡ്സ് ആദ്യം അതിൻ്റെ കുറച്ച് വീഡിയോസ് ചെയ്യുന്നുണ്ട്, എങ്ങനെയൊക്കെ പാനൽസ് വയ്ക്കുന്നത്. എന്നിട്ട് അതിനുശേഷം അത് കുറച്ചും കൂടി വ്യക്തമായിട്ട് ക്ലിയർ ചെയ്ത് പറഞ്ഞില്ലെങ്കിൽ കൺഫ്യൂഷൻസ് വരാം. അപ്പോൾ നമുക്ക് അഡ്രസ്സ് ചെയ്യാം. അങ്ങനെ ഞാൻ ഇപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അത് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അതിനെപ്പറ്റി പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ അവിടെ ആ ഒരു ചോദ്യം അവിടെ നിൽക്കട്ടെ. വാട്ട് ഈസ് എ മാക്സിമം റേറ്റിംഗ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 125 ആംബിയറിൻ്റെ വരെ
ഉള്ളത് ഇപ്പോൾ അവൈലബിൾ ആണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ MCBയുടെ കറണ്ട് റേറ്റിംഗ് മാക്സിമം 100 വരെയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഈ ഓപ്ഷൻ പ്രകാരം 100 ആണ് ഇതിലേറ്റവും അനുയോജ്യമായിട്ടുള്ള ഉത്തരം. ചില ക്വസ്റ്റ്യനുകൾ അങ്ങനെയാണ്, നമുക്ക് ഓപ്ഷൻ തന്നെ നോക്കിയിട്ട് അതനുസരിച്ച് വേണം ഉത്തരം പറയാൻ. ഉള്ളതിൽ അനുയോജ്യം ഏത് നോക്കിയിട്ട് വേണം, സന്ദർഭോചിതമായിട്ട് വേണം നമ്മൾ അതിന് ഉത്തരം പറയാൻ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ഉത്തരം. പിന്നെ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ കേബിൾ ഷാൽ നോട്ട് എക്സീഡ്, ഇത് ഞാൻ വേറെ ഒരു പ്ലേലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കേബിൾസിലെ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞൊരു വീഡിയോ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമ്മളിതിൽ പറയുകയാണ് വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ കേബിൾ ഷാൽ നോട്ട് എക്സീഡ് 3%. അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ വിശദമായിട്ടുണ്ട്. അപ്പോൾ 3% കൂടുതലാണ് സോഴ്സ് ടു ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് ഒക്കെ അലൗഡ് അല്ലാത്ത, മീൻസ് 3% കൂടുതൽ വരാൻ പാടില്ല. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ സെൻഡിങ് ആൻഡ് വോൾട്ടേജ് ഡിഫറൻസ് എടുത്ത് നോക്കിയാൽ നമുക്ക് 3% താഴെ നിൽക്കാൻ പാടുള്ളൂ. അതായത് 97 ഇവിടെ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു എൻഡിൽ നിന്ന് 240 വോൾട്ട് വിടുന്നു, ഒരു 100-150 മീറ്റർ കേബിളിനൊക്കെയാണ് ഈ ഒരു ഡ്രോപ്പ് കൂടുതൽ വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ റിസീവിങ് ആൻഡ് വോൾട്ടേജ് മെഷർ ചെയ്യുമ്പോൾ അതിനുള്ള കുറച്ച് കാൽക്കുലേഷൻസ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഒരു 97% വോൾട്ടേജ് അവിടെ എത്തിയിരിക്കണം. ഒരു 3% ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടാലും നമ്മൾ അലൗഡാണ്. 3.1 ആയാലും സമ്മതിക്കില്ല, 3 താഴെ നിർത്തണം എന്നാണ് സ്റ്റാൻഡേർഡ്സ് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കിയേക്കാം. ATS എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. അപ്പോൾ ATS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ സ്വിച്ചാണ് ഇതിൽ കറക്റ്റ് ആൻസർ. നമ്മുടെ ജനറേറ്റർ ടു KCB അതിലേക്കുള്ള കണക്ഷൻസിനൊക്കെയാണ് നമ്മൾ ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ സ്വിച്ച് യൂസ് ചെയ്യുന്നത്. അതായത് ചേഞ്ച് ഓവർ മെക്കാനിസമാണ്. നമ്മുടെ അറ്റ് എ ടൈം നമ്മളൊന്നുമില്ലെങ്കിൽ KCB അല്ലെങ്കിൽ ഏത് സപ്ലയർ അവരുടെ യൂസ് ചെയ്യുന്നു, അവരുടെ കറണ്ട് പോയതിന് ശേഷം നമ്മുടെ അവിടെ തന്നെ ഒരു ജനറേറ്റർ ഉണ്ടെങ്കിൽ ആ ജനറേറ്റർ ഓണാക്കാൻ വേണ്ടി ഈ KCBയുടെ കണക്ഷൻ വിഘടിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ ഏത് സപ്ലയറാണ് അവരെ വിഘടിപ്പിച്ചിട്ട് നമ്മൾ ജനറേറ്ററിൻ്റെ കണക്ഷൻ എടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ചേഞ്ച് ഓവർ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ പല സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കും. ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഈ പരിപാടികൾ ഓട്ടോമാറ്റിക് നടക്കും. അതായത് KCBയുടെ കട്ടാകുമ്പോഴത്തേക്ക് ഇവൻ കുറച്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്യും, കറണ്ട് വന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ജനറേറ്റർ ഓണാക്കി, തന്നെത്താനും ജനറേറ്റർ ഓണാക്കി അതിൻ്റെ ബ്രേക്കേഴ്സൊക്കെ ഓണാക്കി നമുക്ക് കറണ്ട് തരുന്നു. KCB വന്ന പക്ഷം രണ്ടും കൂടി വന്ന് കൂട്ടിയിടിക്കരുത്, KCBയുടെ ഇതും കൂടി വന്ന് ബാക്ക് ഫീഡിങ് എന്ന് പറഞ്ഞ ആ ഒരു സംഗതി നടക്കരുത്. അപ്പോൾ ഇത് ഉറപ്പ് വരുത്തും. അതിനുശേഷം ജനറേറ്റർ ഓഫ് ചെയ്തതിന് ശേഷം KCB ഇതിലേക്ക് കടത്തി വിടുന്നു. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നതുകൊണ്ട് അതിനെ ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ സ്വിച്ച് എന്ന് പറയുന്നു.